മാന്യമഹാജനങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങളോട് ചില മനുഷ്യപ്രകൃതിയെ പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാജ്യത്ത് അധിവസിക്കുമ്പോൾ മനുഷ്യനൊരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് മനുഷ്യർക്കിടയിൽ നേതാവാനും അധികാരം പിടിച്ചു പറ്റാനും ഏത് മതത്തിലാണെങ്കിലും മതത്തിൻ്റെ നേതൃത്വത്തിലെത്താനും ഏത് വിഭാഗമാണെങ്കിലും വിഭാഗത്തിൻ്റെ മുന്നിൽ നിലനിൽക്കാനും ആഗ്രഹിക്കാത്തവരായി വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥാനലബ്ധിക്ക് വേണ്ടി മനുഷ്യർ പല അടവുകളും സൂത്രങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് ശരി. എങ്ങനെയാണ് തനിക്ക് ഒരു സ്ഥാനം ലഭിക്കേണ്ടത്? അങ്ങനെ സ്ഥാനം ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം ഇറങ്ങി വരാൻ കൂട്ടാക്കില്ല. സാധാരണ പറയാറുണ്ട്, സ്റ്റേജിലിരുന്ന് ശീലിച്ച ഒരാൾ ഒരിക്കലും സ്റ്റേജിൻ്റെ മുന്നിൽ കേൾവിക്കാരനെ ഇരിക്കാൻ കിട്ടുന്നതല്ലെന്ന്. അങ്ങനെ അധികാരങ്ങളും കസേരകളും സ്വീകരിച്ചു കഴിഞ്ഞവർ സാധാരണക്കാരുടെ ഇടയിൽ സ്ഥാനമാനങ്ങൾ കിട്ടി ലഭിച്ചു പോയ ആൾക്കാർ എനിക്ക് ഇനി അങ്ങനെ ഒരു ഇലക്ഷൻ നിൽക്കുകയും ജയിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പോലും എൻ്റെ പാർട്ടി എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ സ്വീകരിക്കല്ലാതെ എന്ത് ചെയ്യാൻ? ഞാനങ്ങനെ പറഞ്ഞോളാം. പക്ഷേ എൻ്റെ പാർട്ടിക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കും. അവർക്ക് വേണ്ടി നിൽക്കുകയാണ്. ആദ്യമൊന്നും ഇല്ലയെന്ന് പറയുകയും തൻ്റെ ശരിയായ നല്ല സ്വഭാവത്തെ കാണിക്കാനുള്ള ശ്രമം നടത്തുകയും അവസാനം തന്നിലുള്ള സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ ആ സ്ഥാനത്തേക്ക് ഇലക്ഷൻ നിൽക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇനിയിപ്പോൾ ഇതാ വരാൻ കാണുന്നു ഇലക്ഷനോടുകൂടി. ഇത് സമൂഹത്തിൽ നമ്മുടെ പല വിഭാഗക്കാരിലും ഇതിങ്ങനെ പല പാർട്ടികളും ഒന്നും തന്നെ പണ്ട് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദർശങ്ങളൊന്നും ഇരുമ്പലക്കല്ല എന്ന്. അതങ്ങനെ മാറ്റാവുന്നതാണ്. അങ്ങനെ മനുഷ്യനിങ്ങനെ മാറും. പല മതങ്ങളും പല ചിന്തകളും പല ആദർശങ്ങളും പല രാഷ്ട്രീയവും പലതും അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായത് എന്താണോ അതിൻ്റെ കൂടെ പോവുക, അതിൽ ആൾക്കാരെ കൂട്ടുക, അതിൽ വിജയം കൈവരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സാധിച്ചില്ല എങ്കിൽ പിന്നെ വിജയം കൈവരിച്ചവരുടെ കൂടെ വല്ല ചാരി നിന്ന് കൊടുത്തിട്ട് അതിൽ നിന്ന് പ്രാതിനിധ്യം വാങ്ങാൻ സഹായിക്കുകയും അതല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുക എന്നുള്ള ഒരു സൂത്രവും ഇത്തരം ആൾക്കാർ ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആരും തന്നെ യഥാർത്ഥത്തിൽ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ആത്മവിശ്വാസം, തന്നിൽ തന്നെയുള്ള യഥാർത്ഥ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ പറയുന്നത് തെറ്റല്ല, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു, ഞാനതോടുകൂടി ജീവിച്ചു പോകുമെന്ന് പറയുന്ന ഉമ്മൻചാണ്ടികൾ വളരെ കുറവാണ്. ഞാനങ്ങനെ ഒരു വ്യക്തിത്വത്തെ പറയേണ്ടി വന്നു. ഇന്ന് സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ കേരളീയർ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പകരം ഇന്ന് നമ്മൾ കാണുന്നത് വ്യംഗ്യമായിട്ട് മറ്റു പലരെയും ആകർഷിക്കത്തക്ക നിലയിലേക്ക് ഇന്ന് നിലനിൽക്കുന്ന സമ്പ്രദായത്തിൽ അധികാരങ്ങൾ ആരുടെ കയ്യിലാണോ അവരെ കൂടെ നിന്ന് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ്. പലരും അങ്ങനെയാണ്. മതത്തിൻ്റെ വക്താക്കളായി വലിയ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട് അവരതിൽ പ്രസംഗിച്ച് നടന്നവർ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അതിനെതിരെ ഉള്ള മറുവശത്തേക്ക് മാറി നിന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ മതത്തിന് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മതത്തിനെതിരെ സംസാരിക്കാൻ പോയവ ജയിൽവാസം അനുഷ്ഠിച്ച വ്യക്തികളെക്കുറിച്ച് പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യൻ ഇത്തരം വിശ്വാസങ്ങൾ, ആത്മാർത്ഥതയില്ലാത്ത വിശ്വാസങ്ങൾ, സത്യസന്ധമായ വിശ്വാസങ്ങൾ, തൻ്റെ വിശ്വാസം എന്താണോ അതിനനുസരിച്ച് ജീവിക്കുകയും എന്ത് ത്യാഗം ചെയ്താലും അതിൽ തന്നെ ജീവിച്ചു പോവുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന മഹാത്മാഗാന്ധിയെപ്പോലുള്ള ആൾക്കാർ വളരെ ദുർലഭമായിരിക്കും. അത് താനെന്തോ വിശ്വസിച്ചത് തൻ്റെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കുക. താൻ പറയുന്നതൊന്നും പകർത്താതിരുന്നിട്ട് കാര്യമില്ല. താൻ എന്താണോ തൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ വിശ്വാസം എന്ന് കാണിക്കുന്ന വ്യക്തികൾ വളരെ ദുർലഭമാണ് ഇന്ന് സമൂഹത്തിൽ എന്നർത്ഥം. അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടത് ആ സന്ദർഭത്തിന് അനുസൃതമായിട്ട് വസ്ത്രം മാറി അണിയുന്നത് പോലെ അങ്ങനെ മാറി കൊടുക്കുക എന്നുള്ള അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്ന് മനുഷ്യന് വേണ്ടത് ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാവണം, അധികാരം ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള സ്ഥാനം ഉണ്ടാവണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം നൽകുന്നതല്ല. യഥാർത്ഥത്തിൽ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ, വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കാനൊന്നും ഇന്ന് മനുഷ്യനെ കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തിലാണ് നിൽക്കുന്നത്, അതിനോടുകൂടെ ഞാനും ചേർന്ന് കൊടുത്താൽ മാത്രമേ എനിക്കും അവിടെ ഒരു സ്ഥാനം കിട്ടുള്ളൂ എന്നുള്ള നില സ്വീകരിക്കുന്നവരാണ് അധിക പേരും. വാസ്തവത്തിൽ ഇത് ശരിയല്ല എന്ന്
മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ ആൾ കിട്ടുന്നില്ല ഇപ്പോൾ. സംഭവം ഒരുപാട് സംഭവങ്ങളെടുത്ത് നമുക്ക് പറയാൻ തോന്നും. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും എല്ലാവരെയും സന്തോഷിപ്പിക്കാനും എല്ലാവരുടെ ഇഷ്ടത്തിന് ജീവിച്ചു നിന്ന് പോകാനും സാധ്യമല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രയാസങ്ങൾ അതിജീവിച്ചു കൊണ്ട് തൻ്റെ ആദർശത്തിന് വേണ്ടി ജീവാഹുതി ജീവൻ അർപ്പിക്കാൻ പോലും തയ്യാറാവേണ്ടി വരും. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ഇവിടെയും ജീവിതത്തിന് ശേഷമുള്ളൊരു ജീവിതമുണ്ടെങ്കിൽ അവിടെയും വിജയിച്ചു പോവുക. കാരണം ആ വ്യക്തിക്ക് മാത്രമേ ആത്മാർത്ഥതയുള്ളൂ, അവൻ്റെ ആത്മാവ് മാത്രമേ സംതൃപ്തി അടയുകയും ചെയ്യുള്ളൂ. അവൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യുക, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യല്ല. ആത്മസംതൃപ്തി യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ആണ് ശരിയെന്ന് മരിച്ചിട്ടെങ്കിലും ആൾക്കാർ പറയാൻ തുടങ്ങും. അയാൾ ചെയ്തതായിരുന്നു ശരി, അതിനു വേണ്ടിയാണ് ജീവിതം ബലിയർപ്പിച്ചത് എന്ന് പറയത്തക്ക നിലയിലേക്ക് ഉയർന്നു പോകാൻ വ്യക്തിത്വങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുള്ള പ്രദേശമാണ് യഥാർത്ഥ നല്ല ജനങ്ങളുടെ പ്രദേശമായി മാറുക. ഇവിടെ മനുഷ്യരുടെ താൽക്കാലിക താല്പര്യങ്ങൾ, മനുഷ്യർക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പല താല്പര്യങ്ങൾ, പാർപ്പിടം വേണം, ജീവിക്കാനുള്ള ഭക്ഷണം വേണം, ജീവിച്ച് സുഖമായി വസ്ത്രം ധരിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. ഇത്തരം ചെറു കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രയാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ പാടിപ്പെടൽ അവിടെയാണ്. പിന്നെ കാറ് വേണം, വീട് കുറച്ചുകൂടി മോടി കൂട്ടണം, അതുപോലെയുള്ള പല സംവിധാനങ്ങളും സൗകര്യങ്ങളെപ്പറ്റി ആഗ്രഹങ്ങൾ വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ ചെയ്തതൊന്നും എത്ര തന്നെ കിട്ടിയാലൊന്നും മതിയായില്ല എന്ന് വരും. ഒരു സംതൃപ്തമായ മനസ്സിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഇടത്താണ് ഒരാളുടെ വിജയം. ഇപ്പോൾ വനങ്ങളിൽ താമസിക്കുന്ന വനയോര നിവാസികളെ കൊണ്ടുവന്ന് അവർ നാട്ടിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വീടൊക്കെ വെച്ച് കൊടുത്താൽ അവരവിടെ വന്ന് ജീവിച്ച് അവർക്ക് യാതൊരു സുഖം ഉണ്ടാവില്ല, പൊറുതിമുട്ടും. അവർ സ്വതന്ത്രമായി നിങ്ങൾ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ തിരിച്ച് കാട്ടിലേക്ക് ഓടിപ്പോവാണ് ചെയ്യുക. കാരണം അവർ ആ സാഹചര്യത്തിൽ ആ പ്രത്യേക അന്തരീക്ഷത്തിൽ ജീവിച്ച് ശീലിച്ച് അതൊരു സന്തോഷമാക്കി മാറ്റിയവരാണ്. ചില രാജ്യങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ജീവിക്കുന്നവരുണ്ട്. അവരെ നാട്ടിൻപുറങ്ങളിലേക്ക് നാട്ടിലെ നമ്മുടെ സുഖജീവിതത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നാൽ അവരിവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ആ പഴമയിലേക്ക് പഴയ കാട്ടിലെ ജീവിതത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അന്തമാൻ ദ്വീപിൻ്റെ സമീപം ഒരു കാട്ടിൽ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. അവരിപ്പോഴും പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർ വസ്ത്രം ധരിക്കുന്നില്ല, അവരുടേതായൊരു ലോകത്ത് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഒരു പഴയ മനുഷ്യകുലത്തിൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ കാണാൻ കഴിയുക അവിടെയാണ്. അവരെയൊക്കെ തന്നെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവരാൻ ഇതുവരെ ആ പ്രദേശത്തേക്ക് ആൾക്കാർക്ക് പ്രവേശിക്കാൻ തന്നെ സാധിച്ചില്ല. അവരെ ചെന്ന് കഴിഞ്ഞാൽ അവരെ പിടിച്ച് കൊല്ലുകയാണ് ചെയ്യുക. എന്നിട്ട് അവരുടെ ഒരു സുഖജീവിതം അവിടെ കണ്ടെത്തുന്നു. അവർക്ക് ഈ ജീവിതം വേണ്ട. ഇതുപോലെ തന്നെയാണ് ഓരോ സ്ഥലത്തും ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞതിൻ്റെ മിത്രവും മനസ്സിലാക്കാത്തതിൻ്റെ ശത്രുവാണല്ലോ. അങ്ങനെ ആയിക്കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ലോകത്ത് ജീവിക്കുന്നത്. അതിനെ മാറ്റിയെടുക്കാൻ അവർക്ക് തന്നെ അതിലൊരു ആഹ്ലാദം ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്നത് സ്വയം സ്വീകരിക്കുക എന്നല്ലാതെ മറ്റൊരാളെ കൊണ്ട് സ്വീകരിപ്പിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ തന്നെ നമ്മൾക്ക് ആലോചിച്ചാൽ അറിയാം, ഇവിടെ ഗൾഫിൽ നിന്ന് പോയ ചില ആൾക്കാർ, എൻ്റെ മക്കളുടെ മക്കളൊക്കെ ഗൾഫിൽ ജീവിക്കുന്നുണ്ട്. അവരിവിടെ വന്നാൽ അവർക്ക് ഇവിടെയാണ് സുഖം അവിടെയാണ് സുഖം എന്ന് വെച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് അവിടെയാണ് സുഖം എന്ന് പറയും. അവരവിടെ ദുബായിൽ അങ്ങാടി ജീവിതം നയിച്ച് ആ പട്ടണ ജീവിതത്തിൽ ലയിച്ച് ചേർന്ന് അവിടെയുള്ള അതൊരു സുഖജീവിതമായി അവരുടെ മനസ്സിനെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞു. അത് പറിച്ചിടാൻ അവർക്ക് സാധ്യമല്ല. ഇവിടെ നാട്ടും പുറത്ത് വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഈ കാടും ഇവിടെ ഉണ്ടാകുന്ന കൃഷിയും ഇവിടെ ഉണ്ടാകുന്ന തേങ്ങ പറിക്കുന്ന അവസ്ഥയും ഇവിടെ ചക്കയും മാങ്ങയും അതൊക്കെ ഉണ്ടാകുന്ന പ്ലാവും കാര്യങ്ങളൊന്നും കണ്ട് ജീവിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. അത് അവിടുത്തെ ഒരു ജീവിതവുമായിട്ട് അവർ താളം പിടിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞു. അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധ്യമല്ല. അത് അവരിൽ ചിലർക്ക് മാത്രമാണ് അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇത്തരം കാര്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടാവുക. അതുകൊണ്ടാണ് പറയുന്നത് ചില വയസ്സായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വൃദ്ധസദനങ്ങൾ ഏൽപ്പിക്കുക. നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള വലിയ ഹർമ്മ്യങ്ങളൊക്കെ പണിതുയർത്തിയിട്ട് പലരുടെയും സാമ്പത്തിക കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രഗത്ഭനായ വ്യവസായി യൂസുഫ് അലി സാഹിബ് തന്നെ നല്ലൊരു സംഖ്യ കൊടുത്തിട്ട് ഈ പാവങ്ങളായ വയോവൃദ്ധന്മാരായ ആരും നോക്കാനില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള മന്ദിരങ്ങൾ വളരെ സൗകര്യപ്രദമായി ഉയർത്തിപ്പിടിച്ചു കൊടുത്ത് അവരെ കാണാൻ പോവുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുക, അവരുടെ സുഖാന്വേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ചിത്രം നമ്മൾ വീഡിയോയിലൂടെ കാണുകയുണ്ടായി. പക്ഷേ അങ്ങനെയുള്ളവരുടെ നല്ല സൂക്ഷ്മതയോടുകൂടി അവരെ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് അവരുടെ സ്വന്തം മക്കളാലുള്ള ഒരു നോട്ടമില്ലാത്തവരായി ഇട്ടേച്ച് പോയവരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ശരണമാണ് വാസ്തവത്തിൽ അത്തരം പാർപ്പിടങ്ങൾ.
വാസ്തവത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് അവിടെ ജീവിക്കുന്നതിനേക്കാൾ സുഖം അവർ ഏത് അന്തരീക്ഷത്തിലാണ് മുമ്പ് നാട്ടും പുറത്ത് ജീവിച്ചത്. അവർ കിടന്നുറങ്ങുന്നതിന് പിന്നിലായിരുന്നു ആയിരുന്നു തൊഴുത്ത്. അത് തൊഴുത്തിലുണ്ടായിരുന്ന പശുവിൻ്റെ മൂളലും പശുവിൻ്റെയും നായ്ക്കളുടെയും ഒക്കെ ശബ്ദവും അത്തരം ചുറ്റുപാടുകൾ കേൾക്കാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന ഭാഗം ആൾക്കാർ. അതിന് ഭിന്നമായിട്ട് അതൊക്കെ ഒരു ചിത്രത്തിലൂടെ ടി വിയിലൂടെ കണ്ടാസ്വദിക്കുക എന്ന് പറയുന്നത് അവർ പാടുപെട്ട് അനുഭവപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നാച്ചുറലായിട്ടുള്ള സ്ഥിതിയിലേക്ക് അവർക്ക് അവരെ നമ്മൾ കൊണ്ടുപോകാൻ കഴിയാത്തിടത്തോളം കാലം അവർ യഥാർത്ഥ സന്തോഷം കിട്ടുകയില്ല എന്ന് തന്നെയാണ് സത്യം. അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ ഇതിനേക്കാളൊക്കെ സുഖം ഞങ്ങൾ നാട്ടും പുറത്ത് ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ജീവിക്കാം. പക്ഷേ അവിടെ ജീവിക്കാൻ പറ്റില്ല, മക്കളാരും സ്ഥലത്തില്ല. അവരൊക്കെ അമേരിക്കയിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലുമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ പണം കൊടുത്താലും അച്ഛനും അമ്മനെയും നോക്കാൻ വേണ്ടി ഇവിടെ സ്ഥലം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി അവരവിടെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ഓരോരുത്തർക്കും അവരുടേതായ ചില ചിന്താഗതികളുണ്ട്. ആ ചിന്താഗതികൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. ആ ചിന്താഗതികളെ വിട്ടേച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് ചേക്കേറുമ്പോൾ അവിടെയും ഒരു സന്തോഷം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മനുഷ്യന് ഒരിക്കലും സ്വൈരമായി സ്വന്തമായി സുഖമായി ഒരൊറ്റൊന്നിൽ സന്തോഷിച്ച് നിൽക്കാനുള്ള അവസരം ഇന്നത്തെ ലോകത്ത് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് പലതരം ചിന്താഗതികളുടെ കോൺഫ്ലിക്ട്സ്, ഈ സംഘട്ടനങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലരൊക്കെ ചില സന്ദർഭങ്ങളിൽ വിജയിച്ചു എന്ന് വരും, ചിലർ വിജയിച്ചില്ലെന്ന് വരും. താൽക്കാലികമായ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ്. നമുക്ക് ആലോചിച്ചാൽ അറിയാം, എന്തൊക്കെയാണെങ്കിലും ആരൊക്കെ എന്തൊക്കെ അധികാരങ്ങൾ വെട്ടിപ്പിടിച്ചാലും കുറച്ച് കാലം മാത്രമേ അതൊക്കെ നിലനിൽക്കുകയുള്ളൂ. പിന്നെ അതിനൊരു അവസാനമുണ്ട്. അതൊക്കെ നശിച്ചു പോവുകയും തന്നെ ചെയ്യും. അങ്ങനെയുള്ള പല പല സംസ്കാരങ്ങളും മോഹൻജാതര ഹാരപ്പ പോലെയുള്ള സംസ്കാരങ്ങളൊക്കെ പണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നല്ലോ. അവരൊക്കെ അവിടെ പോയി മൺമറഞ്ഞു പോയി. അതുപോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വലിയ വലിയ രാജാക്കന്മാരുടെ അശോക ചക്രവർത്തി അക്ബർ ചക്രവർത്തിയൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. അവർ ജീവിച്ചിരുന്ന സിംഹാസനങ്ങളും അവർ ജീവിച്ചിരുന്ന കൊട്ടാരങ്ങളും അതൊക്കെ അവശേഷിപ്പുകൾ ഇന്നുണ്ടല്ലോ. പക്ഷെ അവരാരും ഇന്നില്ല. അതുപോലെ ഇന്ന് ജീവിക്കുന്നവർ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ജീവിക്കുന്നവർ ഇവിടെ അവരുടേതായ അധികാരങ്ങൾ കൊണ്ട് നടക്കുക എന്നല്ലാതെ എന്നൊന്നും ഇവിടെ സ്ഥിരം പിടിച്ചു നിൽക്കാൻ മരണമെന്ന് പറയുന്ന ഒന്ന് കാത്തിരിക്കുന്ന കൊണ്ടുണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഏത് സമൂഹമാവട്ടെ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാർക്ക് എന്നെന്നും ഈ ലോകത്തും മരണാനന്തരവും സൗഖ്യവും സുഖവും ആത്മാവിന് ശാന്തിയും ഉണ്ടാവും. അതിനനുസൃതമായൊരു ചിന്താഗതി വളർത്തിയെടുക്കാൻ സാധിച്ചാൽ അതല്ലേ വിജയം. അതിന് നമ്മൾ സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം ഒരു സുഹൃത്ത് കുറച്ച് നാളുകൾ മതത്തെ അനുകൂലിച്ചു കൊണ്ട് പ്രസംഗിക്കുകയും അതിൻ്റെ വക്താവായിട്ട് വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും പിന്നീട് അദ്ദേഹം മതത്തിനെതിരെ പ്രസംഗിക്കുകയും ഒരു മതത്തെ തന്നെ ചോദ്യം ചെയ്ത് പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തുറങ്കലടക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഇപ്പോഴും അദ്ദേഹത്തിന് താൻ കണ്ട കാര്യങ്ങൾ സ്വതന്ത്രമായി പറയാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് താൻ അതേ ചിന്താഗതിയിൽ തന്നെ നന്നാക്കാൻ മനസ്സിലാക്കി തരുന്നതിന് പകരം തന്നെ തുറങ്കലടിച്ച് ശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തതെന്ന് പറയുന്ന ആക്ഷേപവുമായി പുറത്തു വന്നവർക്ക് ഉണ്ട്. അയാൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ തൃപ്തിപ്പെടുത്തി ബോധ്യപ്പെടുത്തി കൊടുക്കാനും എന്നിട്ട് അവരെയൊക്കെ തൻ്റെ ചേരിയിലേക്ക് കൊണ്ടുവരാനും ആര് വിചാരിച്ചാലും സാധ്യമല്ല എന്ന് ഓർക്കുക. മനുഷ്യരങ്ങനെയാണ്. തൻ്റെ അറിവുകൾ ശാസ്ത്രീയപരമായ കണ്ടെത്തലുകൾക്കനുസരിച്ച് അവൻ്റെ ചിന്തകളെയും മാറ്റിമറിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. അതിലൊരു വിജയം കണ്ടെത്താൻ ശ്രമിക്കുന്ന നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാണ്. ആ വിദ്യയുടെ അഭ്യാസം, ആ അഭ്യാസം യഥാർത്ഥത്തിൽ മനസ്സിന് കൊടുക്കുന്നൊരു അഭ്യാസമായിരിക്കണം. മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ഓർക്കാൻ നമ്മൾ സമൂഹം മെനക്കെടേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.